ഇന്നത്തെ നമ്മുടെ ഹെയർ ഡൈ ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. കെമിക്കലുകൾ അലർജി ഉള്ളവർക്ക് മാത്രമല്ല, ചിലർക്കൊക്കെ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈ ഉപയോഗിക്കുമ്പോൾ തന്നെ അലർജി പ്രശ്നങ്ങൾ വരാറുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ ഹെയർ ഡൈ തയ്യാറാക്കുന്നത് യാതൊരു സൈഡ് എഫക്ട്സും ഉണ്ടാവാത്ത രീതിയിലാണ്. 100% ഇഫക്റ്റീവ് ആണിത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഹെയർ ഡൈ തീർച്ചയായിട്ടും ചെയ്തു നോക്കണം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കാട്ടോ. ഈ ഒരു ഹെയർ ഡൈയുടെ കളറ് നമ്മുടെ മുടിയിലും നിലനിൽക്കുന്നതാണ്. ഏകദേശം 1 മാസം വരെ ആ ഒരു കളറ് നമ്മുടെ മുടിയിലും നിലനിൽക്കും. അപ്പോൾ നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ചെമ്പരത്തിപ്പൂവാണ്. ഇതേപോലുള്ള ചുവന്ന ചെമ്പരത്തിപ്പൂവ് തന്നെ നമ്മൾ എടുക്കണം. ഈ പൂവിൻ്റെ നടുഭാഗത്തുള്ള ഈ ഒരു ഭാഗം നമുക്ക് ആവശ്യമില്ല. ഇതിൻ്റെ ഇതളുകൾ മാത്രമായിട്ട് എടുക്കാം. മുടി വളരാനും മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനായിട്ടും സഹായിക്കുന്ന ഒന്നാണ് ചെമ്പരത്തിപ്പൂവ്. പഴമക്കാർ ചെമ്പരത്തിപ്പൂവും ചെമ്പരത്തിയിലയും കൊണ്ടുള്ള താളിയാണ് ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ മുടി നരയ്ക്കുന്നതും വളരെ കുറവായിരുന്നു. എന്നാൽ ഇന്ന് എല്ലാവരും കെമിക്കൽ അടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് മുടിയിൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുടി നരയ്ക്കുന്നതും വളരെ കൂടുതലാണ്. അപ്പോൾ ചെമ്പരത്തിപ്പൂവ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിനു ശേഷം അതെല്ലാം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് 2-3 തുളസിയില കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ഡൈ ചെയ്യുമ്പോൾ നീരിറക്കം, ജലദോഷം അങ്ങനെയുള്ള കാര്യങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തുളസിയില ചേർക്കുന്നത്. തുളസിയിലയ്ക്ക് പകരം നമുക്ക് പനിക്കൂർക്കയില ചേർക്കാവുന്നതാണ്. അതിനുശേഷം 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഈ ഒരു വെള്ളം നല്ലതുപോലെ തിളച്ചിട്ട് 1 ഗ്ലാസ് വെള്ളം എന്നത് 3/4 ഗ്ലാസ് വെള്ളമാക്കി നമുക്ക് വറ്റിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ തിളച്ച് വരുമ്പോൾ ചെമ്പരത്തിപ്പൂവിൻ്റെ എല്ലാ എസൻസും ഈ ഒരു വെള്ളത്തിലേക്ക് നന്നായിട്ട് ഇറങ്ങി കിട്ടും. അതേപോലെ തന്നെ വെള്ളത്തിൻ്റെ കളറെല്ലാം മാറി വരുന്നുണ്ട്. ചെമ്പരത്തിപ്പൂവും ചെമ്പരത്തിയിലയും താളിയായിട്ട് നമ്മുടെ മുടിയിൽ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അത് മുടി വളരാനായിട്ടും അകാല നര തടയുവാനായിട്ടും സഹായിക്കും. അതേപോലെ തന്നെ ചെമ്പരത്തിപ്പൂവ് ഇട്ടിട്ടുള്ള വെളിച്ചെണ്ണ കാച്ചിയത് സ്ഥിരമായിട്ട് നമ്മുടെ മുടിയിൽ തേക്കുന്നത് മുടി വളരാനായിട്ടും സഹായിക്കും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇത് നല്ലതുപോലെ തണുത്ത് വന്നതിന് ശേഷം ഈ ഒരു വെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഹെയർ ഡൈ മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നല്ലതുപോലെ തണുത്ത് വന്നതിന് ശേഷം ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കാം. ഈ ഒരു വെള്ളം ഉപയോഗിച്ചിട്ട് ആഴ്ചയിൽ 2-3 പ്രാവശ്യം മുടി കഴുകുന്നത് മുടി വളരാനായിട്ടും മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനായിട്ടും സഹായിക്കും. അതുമാത്രമല്ല, നമ്മൾ ഷാമ്പു ഇട്ട് മുടി കഴുകുന്ന ആ ഒരു ഇഫക്റ്റ് തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. ചെമ്പരത്തിപ്പൂവ് കൂടുതൽ കിട്ടുകയാണെങ്കിൽ അത്രയ്ക്കും നല്ലതാണ്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ചെമ്പരത്തിയില ഇട്ട് കൊടുക്കാം. ചെമ്പരത്തിയില നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണ്. പണ്ടുകാലങ്ങളിൽ എല്ലാവരും ചെമ്പരത്തിയില കൊണ്ടുള്ള താളിയാണ് ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ മുടി നരയ്ക്കുന്നതും വളരെ കുറവായിരുന്നു. അപ്പോൾ ചെമ്പരത്തിയില ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് മുരിങ്ങയില ചേർക്കാം. മുരിങ്ങയില നമ്മുടെ അകാല നര തടയുവാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. അതുമാത്രമല്ല, നമ്മുടെ മുടിയുടെ നാച്ചുറൽ ആയിട്ടുള്ള കറുപ്പ് നിറം നിലനിർത്താനായിട്ടും സഹായിക്കും. അതിനുശേഷം 2 ടേബിൾ സ്പൂണോളം മൈലാഞ്ചിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നിങ്ങളുടെ അടുത്ത് മൈലാഞ്ചിപ്പൊടി ഇല്ലെങ്കിൽ മൈലാഞ്ചിയുടെ ഇല നന്നായിട്ട് അരച്ചെടുത്തിട്ട് ആ ഒരു പേസ്റ്റ് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ചെമ്പരത്തിപ്പൂവിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡൈ മിക്സ് ചെയ്യാം. അതിനായിട്ട് ഒരു ഇരുമ്പിൻ്റെ ചട്ടി എടുത്തിട്ടുണ്ട്. ഡൈ മിക്സ് ചെയ്യാനായിട്ട് എപ്പോഴും ഇരുമ്പിൻ്റെ ചട്ടി തന്നെ നമ്മൾ എടുക്കണം. ഇനി നമ്മൾ അരച്ച് വെച്ച ആ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ മിക്സിയുടെ ജാറിലേക്ക് കുറച്ചും കൂടെ ചെമ്പരത്തിപ്പൂവിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമുക്ക് ഹെയർ ഡൈ കിട്ടേണ്ടത്. നമ്മളിത് ഇപ്പോൾ തന്നെ നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യുന്നില്ല. 8 മണിക്കൂറിന് ശേഷമാണ് നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അങ്ങനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുമ്പോഴാണ് നമ്മുടെ ഹെയർ ഡൈയുടെ കളറ് റിലീസ് ആവുള്ളൂ. അപ്പോൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചതിന് ശേഷം നമ്മുടെ ഹെയർ ഡൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹെയർ ഡൈ ആണിത്. നമുക്കിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും നമ്മുടെ ഹെയർ ഡൈ നല്ല ബ്ലാക്ക് കളറിലാണ് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു ബ്ലാക്ക് കളറ് നമ്മുടെ മുടിയിലും നിലനിൽക്കുന്നതാണ്. നമ്മൾ ഈ ഒരു ഹെയർ ഡൈ ഒട്ടും തന്നെ എണ്ണമയമില്ലാത്ത മുടിയിലേക്കായിരിക്കണം അപ്ലൈ ചെയ്യേണ്ടത്. അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് 2 മണിക്കൂറിന് ശേഷം മുടി കഴുകാവുന്നതാണ്. സാധാ വെള്ളത്തിൽ നമുക്ക് മുടി കഴുകാവുന്നതാണ്. ഷാമ്പോ താളിയോ ഒന്നും തന്നെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല.
അപ്പോൾ ഈ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡേ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. സോ താങ്ക്